എന്തായിരുന്നു നവോദയ അഡ്മിഷൻ പ്രോസസ്സ്? നവോദയ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒന്ന് പറയാം. ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് പറയാം അല്ലേ. നവോദയ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി വിജയികളായ എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി എങ്കിലും എന്തെല്ലാം പ്രോസസ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഏതെല്ലാം സ്റ്റെപ്പ് കടന്നാലാണ് നമുക്ക് നവോദയ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത്. എക്സാം എഴുതി പാസ്സായതുകൊണ്ട് മാത്രം നമുക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരിക്കാം. റിസൾട്ട് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അതാത് നവോദയ സ്കൂളുകളിൽ നിന്ന് ഏത് ജില്ലയിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ജില്ലയിലെ സ്കൂളിൽ നിന്ന് നമുക്ക് കോള് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കോള് വന്നതിന് ശേഷം എന്നാണോ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലേണ്ടത്, അങ്ങനെ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പോയവരും ഉണ്ടാവും, പലരും പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റിൽ നമ്മൾ കുട്ടിയെയും കൊണ്ട് സ്കൂളിൽ ചെല്ലണം. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അവിടുത്തെ കുറച്ച് ടീച്ചേഴ്സും എല്ലാവരോടും കൂടി ഒരു കൗൺസിലിംഗ് എന്ന പോലെ നമ്മളോട് സംസാരിക്കും. നവോദയ സ്കൂളിൽ പഠിക്കാൻ, റെസിഡൻഷ്യൽ സ്കൂളാണ്, അവിടെ നിന്ന് പഠിക്കാൻ കുട്ടിക്ക് താല്പര്യമാണോ, പൂർണ്ണമായ മനസ്സും താല്പര്യവും ഉണ്ട് കുട്ടിക്കും പേരൻസിനും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ അവിടെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് താല്പര്യം ഇല്ലാതെ നമ്മളെ കമ്പൽ ചെയ്ത് ഒരു കാരണവശാലും അവിടെ പഠിപ്പിക്കത്തില്ല. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം അവരൊരു A4 ഷീറ്റ് ഫുള്ള് ഒരു ലിസ്റ്റ് നമുക്ക് തന്നുവിടും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന ദിവസത്തിനുള്ളിൽ ഒരു ഡേറ്റും തന്നുവിടും. അതിനോട് ഒരു 2 ആഴ്ചക്കുള്ളിലുള്ള ഒരു ഡേറ്റും നമുക്ക് തന്നുവിടും. ഇന്ന ദിവസം ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ചെല്ലണം. താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മളത് അവരെ അറിയിക്കുകയും വേണം. കാരണം ലിസ്റ്റിലുള്ള അടുത്ത കുട്ടികൾക്ക് അവസരം കൊടുക്കാനാണ്. കാരണം ജൂൺ 2 മുമ്പ് ഇവർക്ക് ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ജൂണിൽ തന്നെ ക്ലാസ് തുടങ്ങണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നുവിടുന്ന ലിസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ബ്രീഫായിട്ട് പറയാം. ശരിക്കും പുറത്തേക്ക് പോകാൻ നമ്മൾ മെഡിക്കൽ എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലാണ് ഇതിന് നമ്മൾ ചെയ്യുന്ന മെഡിക്കലിൻ്റെ എന്ന് തോന്നുന്നു. കുട്ടിയുടെ പല്ല്, ചെവി, കണ്ണ്, വയറ്, സ്റ്റൊമക്ക്, ചെസ്റ്റ്, അങ്ങനെ എല്ലാത്തിൻ്റെ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് മെഡിക്കൽ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾക്ക് ആധാർ കാർഡിലും സ്കൂളിലെ സർട്ടിഫിക്കറ്റിലും ചിലപ്പോൾ പേര് വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലോ ആധാറിലോ ഈ സ്കൂളിലെ പേരുമായിട്ട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഈ 2 ആഴ്ച സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആധാർ കാർഡിൽ കുട്ടിയുടെ പേരെന്താണോ അത് വെച്ചിട്ടാണ്. അപ്പൊ നവോദയ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേര് ആധാർ കാർഡിലുള്ള പേരാണ്. സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരിലേക്കാണ് നമ്മുടെ കുട്ടിയുടെ പേര് വേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ ആ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ നെയിം ആധാറിലേക്ക് ചേഞ്ച് ചെയ്യണം. ആധാറിന്റെ പേര് ചേഞ്ച് ചെയ്യണം. ഇത് പറയാനുള്ള കാര്യം, എടുത്തു പറയാനുള്ള കാരണം, എൻ്റെ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും ഒരേ പേരും ആധാറിൽ പേര് വ്യത്യാസവുമായിരുന്നു. അപ്പം എനിക്കത് കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട എന്താണെന്ന്, നിങ്ങൾക്ക് ഏത് പേരാണോ വേണ്ടത്, ആദ്യമായിട്ട് കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഏത് പേരിലാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല. അപ്പം ആ കുട്ടിക്ക് വേണ്ട പ്രോപ്പർ നെയിം, ഉദാഹരണം പറഞ്ഞാൽ മോൻ്റെ പേര് ഹരിമാധവ് എസ് എന്നാണ് സ്കൂളിൽ, ആധാർ കാർഡിൽ ഹരിമാധവ് ഷൈജു എന്നും. അപ്പോൾ നവോദയയുടെ ലിസ്റ്റിൽ വന്നപ്പോൾ ഹരിമാധവ് ഷൈജു എന്നാണ് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ എനിക്കത് ഹരിമാധവ് എസിലേക്ക് മാറ്റണം. പിന്നെ അപ്പോൾ ഞാൻ 1 and same സർട്ടിഫിക്കറ്റ് എടുത്തു, ആധാർ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തു. ഈ 2 ആഴ്ച സമയം കൊണ്ട് ഇതെല്ലാം നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ, അങ്ങനെയാണ് നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചതെങ്കിൽ, നമ്മൾ OBC കാറ്റഗറി ആയിരുന്നു, അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എടുത്തു. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ പറഞ്ഞല്ലോ, കണ്ണ്, ചെവി, പല്ല്, സ്റ്റൊമക്ക്, ചെസ്റ്റിന്റെ എക്സ്റേ, പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, ഇത്രയും സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നമുക്ക് അടുത്ത അപ്പോയിൻമെന്റ് തരുന്ന ദിവസം നമ്മൾ അവിടെ എത്തേണ്ടത്. അന്നേരമാണ് നമ്മളോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വിടുന്നത്. അവിടെ ആദ്യം ചെല്ലുമ്പോഴേ അവർ നമ്മളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്,
ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നു, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു എന്ന് കരുതി സ്കൂളിൽ നിന്ന്, കുട്ടി ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരിക്കലും സർട്ടിഫിക്കറ്റ് TC വാങ്ങാൻ പാടില്ല. കാരണം ഇപ്പൊ നമ്മളോട് പറഞ്ഞു വിട്ട ഇത്രയും ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അവരെ കാണിച്ച് അവരതിന് ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ആ കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെ അവിടെ നവോദയ സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അത്രയും സർട്ടിഫിക്കറ്റുകൾ അവിടെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, അവർ അപ്രൂവ് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ TC വാങ്ങിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന്. നമ്മൾ രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ ഹാജരാക്കി കുട്ടി ഫിസിക്കലി ഓക്കെ ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരും. ദേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അച്ഛന്റെ പേരിലാണ് തരുന്നത്, അല്ല ഗാർഡിയൻ ആരാണോ ആ ഗാർഡിയന്റെ പേരിലാണ് തരുന്നത്. അഡ്മിഷൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ കുട്ടി നവോദയ പ്രവേശനത്തിന് അർഹനാണ്. എങ്ങനെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു എന്നാ. നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം, ആ ദിവസം TCയുമായി ചെന്ന് കുട്ടിയെ അവിടെ ചേർക്കണം. കാരണം മെയ് ഒരു പകുതിയോടുകൂടി ഇപ്പം ഏറെക്കുറെ അഡ്മിഷന്റെ ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. കാരണം ആ കുറച്ച് ഗ്യാപ്പ് വരുന്ന ആരെങ്കിലും വില്ലിങ് അല്ല അവിടെ ചേരാൻ. പിന്നെ ഇതുപോലുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുക്കുന്ന സമയത്ത്, എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് ഫിസിക്കലി വീക്ക് ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ കാരണം കൊണ്ടൊക്കെ മാറിപ്പോകുന്ന ആ കുട്ടികളുടെ പകരം ലിസ്റ്റിലുള്ള അടുത്ത റാങ്കിലുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കണമല്ലോ. ആ സമയം അതിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് പറയും സ്കൂളിൽ നിന്ന് TC വാങ്ങി ഇന്നൊരു ദിവസം 15:05 മുമ്പ് അല്ലെ 18:05 മുമ്പ് ചെല്ലണം എന്ന് പറയും, 5 ചെല്ലണം എന്ന് പറയും. ആ TC വാങ്ങിക്കുമ്പം പേപ്പർ സൂക്ഷിച്ച് വാങ്ങിക്കണം. ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് TC ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സൈൻ വാങ്ങണം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളിന്റെ സൈൻ വാങ്ങിയ TC ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ സൈൻ വാങ്ങണം. നോർമലി എല്ലാവരും ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ചെയ്തു തരികയാണ്. സ്കൂളിൽ പോയി പറയണം ഇന്ന പോലെ നവോദയയിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്, TC വേണം, TC ഇതുപോലെ വിദ്യാഭ്യാസ ഡയറക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് തരണം എന്ന് പറയും. ചില സ്കൂളിൽ അതിന് ഫീസ് വാങ്ങും. മോൻ പഠിച്ചത് ഇവിടെ തൊടുപുഴ കോപ്പറേറ്റീവ് സ്കൂളിലാണ്. അവരതിന് ഫീസൊന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം സ്കൂളിൽ നിന്ന് ഈ ഓഫീസറുടെ അടുത്തേക്ക് പോകാനുള്ള അവരുടെ എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ എക്സ്പെൻസും എല്ലാം കൂട്ടിയിട്ടാണ് ചില സ്കൂളുകളിൽ ഫീസ് വാങ്ങുന്നുണ്ട്. ചെറിയ എമൗണ്ട് വാങ്ങുന്നവരുണ്ട്, വലിയ എമൗണ്ട് വാങ്ങുന്നവരുണ്ട്. അതെന്തേലും ആട്ടെ. അപ്പം അങ്ങനെ TCയും വാങ്ങി ആ സൈനോട് കൂടി നമ്മൾ അവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അടുത്തൊരു പേപ്പർ തരും. ദേ ഇങ്ങനെ ക്ലാസ് ഏതാ, അഡ്മിഷൻ നമ്പർ ഏതാ, ഡിവിഷൻ ഏതാണ്, അവൻ താമസിക്കുന്ന ഹൗസ് ഏതാണ് എന്ന് വരെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ തരും. അന്ന് മുതൽ ആ കുട്ടി ഒരു നവോദയനാണ്. നവോദയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ നവോദയൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കുട്ടിയുടെ ലൈഫ് അവിടെ നിന്ന് മാറുകയാണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാ പേരൻസും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കണം. ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം എടുത്ത് മക്കളെ കൂട്ടി നവോദയ സ്കൂളിലേക്ക് ചെല്ലണം. പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് റെഡിയാക്കില്ലേ. ഇതിനു മുമ്പ് എങ്ങനെയാണ് നവോദയ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട സമയം എപ്പോഴാണെന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ച് എക്സാം എഴുതാൻ തയ്യാറാവുന്ന കുട്ടികൾ 4ാം ക്ലാസ്സിന്റെ വെക്കേഷൻ സമയം, അതായത് ഈ സമയം മുതലേ കോച്ചിങ്ങിന് പോകണം. 5ാം ക്ലാസ്സിലാവും പഠിക്കുന്ന സമയത്താണ് എക്സാം എഴുതേണ്ടത്. കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പം നന്നായിട്ട് കോച്ചിങ്ങിനൊക്കെ പോയി പ്രിപ്പയർ ചെയ്ത് എഴുതണം. അപ്പം ഇനിയും ഒരുപാട് നവോദയൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശരി എന്നാ, കഴിഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ.